അങ്ങനെ കുടുംബത്തില് വേറിട്ട് പോയി നോക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യ 2 മക്കൾ മാത്രമാണ് കുടുംബത്തിലുള്ളത്, വേറെ ആരുമില്ല. അച്ഛനമ്മയെ നോക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരുന്നു. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാലം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു മാതൃസദനം ഇവിടെ തുടങ്ങേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു മാതൃസദനം തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ അച്ഛനമ്മയുണ്ട്. ചിലൊരു സമയത്തുള്ള അച്ഛനമ്മയും മരിച്ചു പോവും, ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ നടത്താം. പക്ഷെ ഇന്ന് അച്ഛനമ്മയും ജീവിച്ചിരിക്കുമ്പോൾ പോലും സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശ്വരനെ സ്നേഹിക്കുന്നത് തുല്യമാണ്. മനുഷ്യനെ സ്നേഹിക്കുന്നത് ഈശ്വരനെ സ്നേഹിക്കുന്നത് തുല്യമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമില്ല. ഇന്ന് ഈ ഒരു പരിപാടിക്ക് വന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. കാരണം നമ്മുടെ SBI കണ്ണറ ബ്രാൻഡ് മാനേജർ എന്ന നിലയിൽ ഞങ്ങളുമായി നല്ല ഒരു ബന്ധം വയ്ക്കുന്ന ഒരു സ്ഥാപനമാണ് ശ്രീ പരമേശ്വരി. അപ്പോൾ ഇന്നത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാൻ കുറച്ച് നേരത്തെ സാർ സംസാരിച്ചതുപോലെ സംസാരിച്ചത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാസം നമുക്ക് 27-28 ദിവസത്തിനകത്ത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതാ എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ഓണമാദ്യം തന്നെ ആശംസിക്കട്ടെ. ഓണം എന്ന് പറയുമ്പോൾ ഒരു പഴയ ഒരു കഥയാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷെ നമ്മുടെ ഉഷമേളം അതിൽ ഘടകവിരുദ്ധമായിട്ടുള്ളൊരു പുസ്തകം നമുക്ക് തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാലാണ് ഓണം എന്താണ് എന്നുള്ള സ്വാമിജിയുടെ കാഴ്ചപ്പാടിൽ കൂടെ ഒന്ന് കാണണം. നിങ്ങൾ വന്ന് വീശിത്തരുന്നു കുട്ടനാടൻ കൊച്ചയിലെ കൊച്ചു